ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ വെയിലത്തെല്ലാം പോയി വന്നാൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു കറുത്ത പാടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടോ എന്നുള്ളത് ഒരുപാട് കമൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാട് ആ ഒരു വെയിൽ കൊണ്ടിട്ട് വന്ന കരിവാളിപ്പെല്ലാം മാറി മുഖത്തെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ അതെല്ലാം മാറി മുഖം നല്ല കളർ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പൊട്ടാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് മുഖത്തും കൈകളിലും അതേപോലെ തന്നെ കഴുത്തിലെല്ലാം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊട്ടാറ്റോൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തന്നെ അത് അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പൊട്ടാറ്റോൻ്റെ ഈ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ എടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാറ്റോക്ക് പകരം തക്കാളീൻ്റെ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. തക്കാളി ആയാലും അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങായാലും നമ്മുടെ മുഖത്തുള്ള ആ ഒരു കരുവാളിപ്പ് മാറാൻ പെട്ടെന്ന് സഹായിക്കുന്ന ഒരു സാധനമാണ്. പൊട്ടാറ്റോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി നീരിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുന്നതാണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ പുറത്തുനിന്ന് കറികളിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പാക്കറ്റ് പൗഡർ യൂസ് ചെയ്യരുത്. അത് നമ്മുടെ മുഖത്തിന് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. കസ്തൂരി മഞ്ഞൾപ്പൊടിക്കാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മാത്രം നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ്, അല്ലെങ്കിൽ ആട്ടപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നിങ്ങളുടെ അടുത്ത് ഗോതമ്പിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യുക, അതായത് കടലമാവ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ നന്നായി മിക്സ് ചെയ്ത ഈ ഒരു സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമ്മുടെ ഫേസ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഇട്ടിട്ട് നിങ്ങൾ പുറത്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതായത് ഇട്ട് കഴുകിയതിന് ശേഷം പുറത്ത് വെയിലത്തെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, ഏതൊരു ഫേസ് പാക്ക് ആയാലും നിങ്ങൾ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മുഖത്തിന് ബെസ്റ്റ് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുക. പിന്നെ മഞ്ഞൾ അലർജി ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ മുഖത്തിന് എന്തൊക്കെയാണ് അലർജി എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിലിടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വല്ല അലർജി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ സ്കിന്നിന് പറ്റാത്തതോ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം എല്ലാവരുടെ സ്കിന്നും ഒരേപോലെ റിസൾട്ട് തരണം എന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മെല്ലെ ഒന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുക. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യാനാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ 2 കൈയും വെച്ചിട്ടുള്ള ഫസ്റ്റ് യൂസിൽ, അതായത് നമ്മൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നിറം കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ഇതിലിട്ട എല്ലാ സാധനങ്ങളും എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ കറുത്ത പാട്, കരിവാളിപ്പ് ഇതെല്ലാം പെട്ടെന്ന് മാറി കിട്ടിയിട്ട് മുഖം പെട്ടെന്ന് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാൻ ഇട്ട ആ ഒരു ഭാഗം വരെ മുതലും അതിൻ്റെ ബാക്കിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്.
നല്ല സോഫ്റ്റ് ആവും, നല്ല കളറ് വരും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ആഡ് ചെയ്ത സാധനങ്ങളൊന്നും ആർക്കും ഒന്നും അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫീച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.